ഇന്ന് നമ്മളുടെ നാട്ടിൽ വളരെ വേഗത്തിൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് ആക്സസ് ബാർസ് എന്നുള്ളത്. നമ്മളതിനെക്കുറിച്ച് വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്, ആർട്ടിക്കിൾസ് എല്ലാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുമോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മൾ എന്ന് പറയുന്നത് ഇതുവരെയുള്ള നമ്മളുടെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസസിന്റെ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എടുത്തുള്ള തീരുമാനങ്ങളുടെ ഒക്കെ ഒരു ആകെത്തുകയാണ് ഇന്നത്തെ നമ്മൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എവിടെ നിൽക്കണു എന്നുള്ളതൊക്കെ അതിന്റെ ഒരു റിസൾട്ടിന്റെ ഭാഗമാണ് ആക്ച്വലി. അപ്പൊ എന്തിനെ ബേസ് ചെയ്താണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസസിനെയും നമ്മൾ തന്നെ നടത്തുന്ന ഒരു ന്യായവിധിയുണ്ട്, അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അതായത് നല്ലത്, ചീത്ത, തെറ്റ്, ശരി എന്നുള്ളത് അതൊക്കെ ശരിക്കും ഉള്ളതാണെന്ന് വെച്ചാൽ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിച്ചാൽ പലപ്പോഴും നമ്മളുടെ ശരികൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകളായിരിക്കാം, മറ്റുള്ളവരുടെ ശരികൾ ചിലപ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെയോ കുറെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയി വന്ന് നിൽക്കുന്നതിന്റെ ഒരു ആകെത്തുകയാണ് ഇന്നത്തെ നമ്മൾ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇമാജിൻ നമ്മൾക്ക് പൂർവ്വ ജന്മ സിദ്ധാന്തമൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റ് ലൈഫിനെയും കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അതിലൊക്കെ വിശ്വസിക്കുന്നവരോട് പറയാനുള്ളത്, എത്രയോ ജീവിതങ്ങളുടെ എക്സ്പീരിയൻസസ് ഈ തരത്തിലുള്ള ഇംപ്രിന്റുകളായിട്ട് നമ്മളുടെ ഉള്ളിൽ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഓരോ എക്സ്പീരിയൻസസും നമുക്ക് തരുന്നത് ഓരോ ഇംപ്രിന്റ്സ് ആണ്. അപ്പൊ അത് നമ്മൾ ക്യാരി ചെയ്യണത് നമ്മുടെ ഉപബോധ മനസ്സിലായിരിക്കാം, അതായത് സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കാം. അതിലേക്കുള്ള ഒരു ആക്സസ് ആണ് ശരിക്കും നമ്മുടെ ഈ ആക്സസ് ബാർസിലൂടെ പ്രാവർത്തികമാക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിനേക്കൊന്ന് റിഫ്രഷ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് ബേസിക്കലി. ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ശരിക്കും നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇവർക്ക് ഇതെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് ക്ലെൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ, അവരൊരു ട്രൂ പൊട്ടൻഷ്യലിന് അനുസൃതമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. പക്ഷേ അത് എത്ര എളുപ്പമാണെന്ന് വെച്ചാൽ പലപ്പോഴും എളുപ്പമാണ്, പക്ഷെ പലപ്പോഴും പല ആളുകൾക്ക് അത് സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെയുള്ളൊരു മെത്തേഡാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ആക്സസ് ബാർസ് എന്ന് പറയുന്നത്. ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾക്ക് പർട്ടിക്കുലർ ഡിഫറെന്റ് ഒരു 32 പോയിന്റ്സിലേക്ക് നമുക്ക് റീച്ച് ചെയ്ത് അതിനെ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡ് ഉണ്ട്, ലൈക്ക് PLR എന്ന് പറയാം, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻസ്. അതായത് പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസസുകളിലേക്ക് നമ്മൾ പോയിട്ട്, അപ്പൊ അതൊരു ഹിപ്നോതെറാപ്പി മെത്തേഡാണ് ആക്ച്വലി. നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസസിന്റെ ട്രോമ അവർ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോയി അതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് പോയിട്ട് വരുമ്പോൾ പലപ്പോഴും നമുക്കത് പിന്നെയും അത് ഹോണ്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ആക്സസ് ബാർസിൽ അതിന്റെ ആവശ്യകത വരുന്നില്ല. നമ്മൾ എന്താണ് നമ്മൾ ക്യാരി ചെയ്യണമെന്ന് അറിയാണ്ട് തന്നെ നമുക്ക് അതിനെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷനാണ് ശരിക്കും ആക്സസ് ബാർസിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് കൂടുതലും അത് എഫക്റ്റീവ് ആവുന്നത് നമുക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, ഫോബിയാസ്, പേടികൾ. കാരണം പലപ്പോഴും പല പേടികളുടെയും കാരണം ഈ തരത്തിലുള്ള എക്സ്പീരിയൻസുകളായിരിക്കും. നമ്മൾ ക്യാരി ചെയ്യുന്ന എക്സ്പീരിയൻസ് നമ്മൾ ചിലപ്പോൾ അറിയണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള പല ഇൻസിഡന്റുകളുടെയും ചിലപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസസിന്റെയും നമ്മൾ കണ്ടിട്ടുള്ള മറ്റുള്ളവരുടെ എക്സ്പീരിയൻസസിന്റെ ഒക്കെ ഇംപ്രിന്റ്സ് പേടികളായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കേണ്ടായിരിക്കാം. അപ്പൊ അത് എല്ലാ മേഖലകളിലും നമ്മളെ ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും. കൈൻഡ് ഓഫ് ബ്ലോക്കേജസ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടായിരിക്കും. നമ്മളൊരു പെർട്ടിക്കുലർ ഫ്രെയിമിൽ ഇട്ടിട്ട് ഇതിന് മേലേക്ക് പോകണ്ട എന്നുള്ളൊരു ഒരു രീതിയിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റക്കായി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശരിക്കും നമുക്ക് ആക്സസ് ബാർ ഹെൽപ്പ് ചെയ്യണത്. എല്ലാ ആസ്പെക്ട്സും, ലൈഫിലെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് നല്ല വ്യക്തമായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാൻ ഒരു ഓപ്ഷൻ നമുക്ക് ആക്സസ് ബാർസിലൂടെ കിട്ടുന്നുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു 45 to 1 hour എടുക്കുന്ന ഒരു സെഷനാണ് ശരിക്കും. ഒരു എക്സ്പേർട്ട് അവരുടെ കൈകൾ നമ്മളുടെ തലയിലേക്ക് ടച്ച് ചെയ്തിട്ട് വളരെ സോഫ്റ്റ് ടച്ചസിലൂടെ നമുക്കത് ആ ഒരു സെഷനിലൂടെ കടന്നു പോകാൻ പറ്റും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് സെലിബ്രിറ്റീസും ഒരുപാട് ആളുകളും ഇത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് കേട്ടു തുടങ്ങിയത് എന്റെ ഒത്തിരി ക്ലയൻസ് ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ്. ഇപ്പൊ ഫംഗ്ഷൻ ന്യൂമറോളജി ഒക്കെ ചെയ്യുന്ന ഒരുപാട് ക്ലയൻസ് ആക്സസ് ബാർസിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നീട് ഒരു പ്രാവശ്യം നമ്മുടെ ആക്ട്രസ് ലെന ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. പിന്നെ ഒരു ആക്ട്രസ്
വിദ്യാബാലൻ അവരുടെ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതിനൊരു കുറച്ചും കൂടെ ഒരു ക്യൂരിയോസിറ്റി തോന്നി നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് റിയലി എക്സൈറ്റിംഗ്. ഭയങ്കര എഫക്റ്റീവ് ആണ്. അത് പഠിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് ഒത്തിരി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് ഭാഗ്യം കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതൊരു മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഒന്നും പറ്റില്ല, നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടിയൊരു ഫീലിംഗിലും കിട്ടും ഫോർ ഷുവർ. അപ്പോ പക്ഷെ എവിടെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പതുക്കെ മനസ്സിലാക്കിയെടുക്കും. തീർച്ചയായിട്ടും ഓരോ സെഷനും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കും. എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ആക്സസ് ബാർസിന്റെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. സെഷൻസിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.